അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. അയ്യ നല്ല അടിപൊളി കൊഞ്ചുണ്ടല്ലേ. നീ കൊഞ്ചിന്റെ പ്രത്യേകത നീ കണ്ടോ? ഇത് ഈ കൊഞ്ചിന്റെ പ്രത്യേകത എന്നറിയോ? പെടയ്ക്കുന്ന കൊഞ്ച്. പെടയ്ക്കുന്ന കൊഞ്ച് നമ്മുടെ കൈ മാത്രമേ പെടയ്ക്കുന്നുള്ളൂ, കൊഞ്ച് പെടയ്ക്കുന്നില്ല. ഞാനും ചാച്ചനും കൂടെ ടൗണിൽ പോയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. ഇതേ നല്ല ഒന്നാന്തരം അയല വാങ്ങിച്ചു, മത്തി, പിന്നെ ഇതന്നെ കൊഞ്ച്. ഇതന്നെ ചാച്ച കേരമീനല്ലേ ഇതാ? ഓലക്കുടി അല്ലേ. ഇന്ന് രാവിലെ വീട്ടിലേക്കുള്ള പച്ചക്കറി സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് എല്ലാം മേടിച്ചു തുടങ്ങുന്നേ, മുളക്, ഉപ്പ്, അങ്ങനത്തെ സർവ്വ സാധനം കേട്ടോ മേടിച്ചു തുടങ്ങിയത്. വീട്ടിൽ എല്ലാം മേടിച്ചിട്ട് വന്നു, എന്തൊരു ആയെന്ന് അറിയത്തില്ല, എന്നാലും എന്തേലുമൊക്കെ മറന്നു പോകും. പിന്നെ എണ്ണ നമ്മുടെ ആട്ടിച്ച് കേട്ടോ, നമ്മുടെ തന്നെ തേങ്ങയുടെ തന്നെ ആട്ടിച്ച് മില്ലി കിടക്കുമായിരുന്നു. നമ്മൾ മേടിക്കാതെ ഒരു 10 കിലോ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങളിപ്പോ 5 കിലോ എടുത്തു, ആവശ്യമുള്ളപ്പോ എടുത്തോണ്ടിരും. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വാങ്ങിച്ചു. പിന്നെ എന്നൊക്കെ മേടിച്ചത്? മേടിച്ചതല്ലടാ, അത് ഞങ്ങളുടെ ചേമ്പ്, നമ്മുടെ ചേമ്പ് പറിച്ചു. ഇന്നലെ ചേമ്പ് പറിച്ചിട്ട് അയ്യോ എനിക്ക് കൊതിയാവുന്നു കഴിക്കാൻ. നല്ല കാന്താരിമുളക് പറിച്ച് ഞങ്ങളെ കാന്താരിമുളകും പൊട്ടിച്ച് ചേമ്പ് പുഴുങ്ങി. ആണോ? പിന്നെ നമ്മൾ രാവിലെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഫ്രൂട്ട്സ്, മുന്തിരി, നമ്മുടെ റംബൂട്ടാൻ എല്ലായിടത്തും റംബൂട്ടാൻ കേട്ടോ. അതെ, നമുക്ക് നിറച്ച് പോട്ട്, പക്ഷെ പഴുത്തില്ല കേട്ടോ. പഴുത്തില്ല. മാങ്ങാപ്പഴം. പിന്നെ പച്ചക്കറികളാ ഇത് പച്ചക്കറികള്. ഇത് പിന്നെ മുളക്, ജീരകം, ഉലുവ, കടുക്, അങ്ങനത്തെ സാധനങ്ങള്. പിന്നെ സവോള, ഉള്ളി, അങ്ങനത്തെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധം തുടങ്ങാൻ പോവാണ്. ഇന്ന് മുതൽ ഞങ്ങൾ ഇവിടെ അംഗം തുടങ്ങാൻ പോവാണ് കേട്ടോ. അതുപോലെ ചാച്ചൻ ഇപ്പൊ ഭയങ്കര ഉഷാറായെന്നാട്ടോ എല്ലാരും കമന്റ് ചെയ്യുന്നേ. അല്ലേ? ചാച്ചനാ ഇവിടെ എല്ലാ കൂട്ടവും പാക്ക് ചെയ്യുന്നു, എല്ലാം സെറ്റ് ചെയ്യുന്നു, എല്ലാം ചാച്ചനാ കേട്ടോ. നാട്ടിൽ വന്നപ്പോ ചാച്ചൻ ഫുൾ ഫോമിലായിരുന്നു. ഒരുപാട് പേര് എൻജോയ്മെന്റ് ഇല്ലാന്നല്ലേ. കൊറേ ഇതുപോലത്തെ ഡബ്ബകൾ വാങ്ങിച്ചു. പഴയതെല്ലാം എടുത്ത് ഞങ്ങൾ കളഞ്ഞു, എന്നിട്ട് എല്ലാം പുതിയ ഡബ്ബയ്ക്കകത്തെല്ലാം ആക്കാൻ വേണ്ടി. സുന്ദരിക്കുട്ടി എങ്ങോട്ടാ റെഡി ആയിട്ട്? ആണ്ട്രാ, ഇതെന്നാ അതിന്റെ പേരെന്നാ? ഓ, ഞാൻ റംബൂട്ടാന്ന് പറഞ്ഞെടുത്തിട്ട് അവള് റംബൂട്ടാൻ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് കൊടുത്തായിരുന്നു അവൾക്ക്. അവള് കഴിച്ചു. അതിന്റെ കുരുവോട് കൂടി തിന്നുന്നുണ്ടാവുന്നു. ഞങ്ങള് പിന്നെ അതെ ഇന്നുണ്ടാക്കണ്ടാവല്ലോ. ഇന്ന് മീനൊക്കെ വറക്കാം. കുറച്ച് ബിരിയാണി അരിയൊക്കെ ടൈമർ റൈസ് മേടിച്ചു. നല്ല അടിപൊളി ബിരിയാണി വെക്കണം. അവിടെ വെച്ചോട്ടോ ഉണ്ടാക്കിയിട്ട് അങ്ങ് ശരിയായില്ല. അവസാനം ഞാൻ ഉണ്ടാക്കിയത് ശരിയായില്ല. അതെല്ലാരും പറഞ്ഞായിരുന്നു മറ്റേ അത് കുഴിമന്തി ഞങ്ങളിന്ന് കണ്ടു കേട്ടോ. കടയിൽ പോയപ്പോ സെല്ലാ റൈസ് എന്തോന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായി. നിമിഷ നീ എന്നെ റെഡി ആയിട്ട് എങ്ങോട്ടാ? നല്ല മയിലക്കൊമ്പ്. അവിടെ പെരുന്നാളാണ് കേട്ടോ. ഇന്ന് ദുർഗാനല്ലേ, തോമാശ്രീയുടെ പെരുന്നാളാണ്. ജൂലൈ 3 മരുക്കുമോലിലെ പ്രധാന പെരുന്നാളാണ്. ചാച്ചൻ എന്നോട് അവിടെ വെച്ചേ പറഞ്ഞായിരുന്നു, നിമിഷയൊക്കെ നാട്ടിൽ വരുമ്പോ ഈ പള്ളിയിലെ പെരുന്നാളുണ്ട്, നമുക്ക് എന്തായാലും പോകണമെന്ന്. നിമിഷ കൊണ്ടുപോകും ഉറപ്പായിട്ട്. അതാണ് നീ നെറ്റൊക്കെ ആയിട്ട് വന്നേക്കുന്നത് അല്ലേ? ഷോളൊക്കെ ഞാൻ പോകുന്നില്ല കേട്ടോ. നിമിഷയും മിറയെ പോകുള്ളൂ. ഇന്ന് പ്രദക്ഷിണ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതൊക്കെ കാണാൻ പറ്റില്ല. പള്ളിയിലൊന്ന് പോയി എല്ലാം ഒന്ന് കണ്ടു കൂടിയിട്ട് വരാം അല്ലേ? നമുക്കിന്ന് അറിയാലോ. നിങ്ങളെല്ലാം കണ്ടുകൂടി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചു. അടിപൊളി. വന്നിട്ട് വന്നിട്ട് മീനിന്റെ കണ്ടു മൊത്തം. എന്നാ പോയിട്ട് വരട്ടെ. അതാ ഞാൻ ഈ ചേമ്പ് സത്യം പറയാൻ ഞാൻ മാത്രമേ ഇവിടെ കഴിക്കാത്തുള്ളൂ കേട്ടോ. എനിക്ക് കൊതിയായിട്ട് വെള്ളം. ആ ഒരു ചെറു കഷ്ണം മുഴുവൻ തിന്നടാ. ഞാൻ കഴിച്ചോളാം. ഞാൻ വന്നിട്ട് കഴിക്കാം. ഞാനിപ്പോ ചാച്ചനോടെ ഞാൻ ടൗണിൽ പോയപ്പോ ഞങ്ങളത് ചായയും 2 ദോശയും കഴിച്ചു. സ്വാഭാവികം. 2 എണ്ണം അറിയി കഴിഞ്ഞാൽ മനുഷ്യരെ നാണം കെടുത്താൻ വേണ്ടി വീട്ടിലിരിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് എല്ലാവരും വിചാരിക്കും. ഞാൻ ചാച്ചനോട് എപ്പോഴും പറയാറുണ്ട്, ആ കൊലാനിക്കരെ അവരൊക്കെ ഓർക്കും ഞാൻ വീട്ടിൽ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ചാച്ച പറയും, എടി നീ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ട് 5-6 എണ്ണമൊക്കെ തിന്നും. ഇഡ്ഡലി, ദോശ, അങ്ങനത്തെ എന്താ സാധനം ഉണ്ടാക്കി കൂടുതൽ നിന്ന് പോകും. അവിടെയാണെങ്കിൽ കാശ് കൊടുക്കണമെന്ന് ഓർത്ത് 2 എണ്ണത്തെ അതുകൊണ്ട് പോണമെന്ന് പറയും കേട്ടോ. അത് അവർക്കറിയാവോ? ഞാനായാലും കഴിച്ചോട്ടോ. ചായ കുടിച്ച് 2 ദോശയും കഴിച്ചു. ഒരു പുതിയൊരു കട അവിടെ തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ നടക്കേണ്ടത്. അവിടെ നിന്ന് കയറി എങ്ങനെയുണ്ടോ നോക്കേണ്ടത് അറിയണമല്ലോ. കുഴപ്പമില്ല കഴിക്കാം. ഇത് 3 വറക്കാണ്, മരുന്ന് വറക്കുക. ഇടയ്ക്ക് ഞങ്ങള് ഏത്തപ്പഴം മേടിച്ച് പുഴുങ്ങി കേട്ടോ. നല്ല ഏത്തപ്പഴം. ആണോ? ഈശുപ്പനെ കാണാൻ പോവാന്ന് പറ. അത് വേണ്ട, എന്തെങ്കിലും ഇവിടെ വണ്ടിക്കകത്തുണ്ടമ്മേ. ഇതെന്നെ സാനിറ്റൈസറാ. ഓക്കെ, അത് നല്ല എക്സ്പയറി കഴിഞ്ഞതാണോ? ശരി, ഞാൻ വരട്ടോ. എന്തെങ്കിലും മേടിക്കാനുണ്ടോ? ഓക്കെ ശരി. എല്ലാരും മൂടിയിട്ടേക്കണോ? എന്നിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം. അകത്തൊക്കെ നോക്കി നമുക്ക് ചുമന്ന കുറച്ച് കാണാം കേട്ടോ. ഇവിടെ കണ്ട റംബൂട്ടാന്റെ മരം.
നമ്മുടെ റംബൂട്ടാനോട്ട് കഴിച്ചോട്ടെ, ചാച്ച മേടിച്ചോണ്ട് വന്നേ. ഞാൻ കഴിച്ചു, നല്ല ടേസ്റ്റ് അല്ലേ? നമ്മുടെ റംബൂട്ടാൻ ആവുന്നില്ല തോന്നുന്നു. നമ്മുടെ മഞ്ഞ റംബൂട്ടാനാ, മഞ്ഞ റംബൂട്ടാൻ സ്പെഷ്യൽ ആണ്, നല്ല രസം, നല്ല ടേസ്റ്റ്. ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് പണ്ട് ആദ്യ പ്രാവശ്യം വന്നപ്പോ, ഈ സമയത്ത് നമ്മൾ വന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇച്ചിരി കഴിയുമ്പോ പഴുക്കും. പിന്നെ പഴുത്താൽ നമ്മള് രക്ഷപ്പെട്ടു. ഈ ഇടത് വശത്ത് കാണുന്ന കേട്ടോ നമ്മുടെ അമ്മയുടെ ലൈബ്രറി. അമ്മ ഇവിടുത്തെ വനിതാ സെക്രട്ടറി ആയിരുന്നു കൊറേ വർഷം. കൊറേ വർഷം അതിനുശേഷം ഇപ്പൊ എല്ലാം തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പൊളിച്ചു പണിതുകൊണ്ടിരിക്കുന്ന പള്ളി, സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾ ചർച്ച്. നമ്മുടെ റീവിന്റെ മാമോദീസ റീവിന്റെ മാമോദീസ അവിടെയായിരുന്നു. എന്റെ ആദ്യകുർബാന അവിടെ വെച്ചായിരുന്നു. എവിടെ പുതിയ പള്ളി പണിയുന്നത്? അതന്നെ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ പള്ളിയാ. ഞാൻ അവിടെ കണ്ടു. കാരന്റെ കൊച്ചു ആദ്യമായിട്ടാണ് കാണുന്നത്. കോക്രോച്ച് എവിടെ ഇരിക്കണേ? ഇവിടെ ഇല്ലല്ലോ കോക്രോച്ച്. ഇന്ന് രാവിലെ മുറ്റത്തൊരു പുഴു ഉണ്ടായിരുന്നേ. എന്നെ ബെഡ്റൂമിൽ വന്ന് വിളിച്ചോണ്ട് ഡാഡി ഓടി വാ, ഹെൽപ് മീ, പുഴു. ഞാൻ പറഞ്ഞു എടി നീ പുഴുവിന്റെ വഴിക്ക് വിട്, നീ നിന്റെ ഒന്നിനും ശ്രദ്ധിക്കണ്ട. ഡാഡ ഓടി വാ, ഹെൽപ് മീ. ഒരു മോഹമെല്ലാം കള്ളത്തരങ്ങടെ തുള്ളികളായി കണ്ട നേരം കൊണ്ട നാളിൽ പുഞ്ചിരി പൂത്തുലഞ്ഞു. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണ് നീ. നേരെ താഴെ കാണുന്ന കേട്ടോ നമ്മുടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. വലിയ ബസ് സ്റ്റാൻഡ് ആട്ടോ. എത്ര നാളവിടെ വന്ന് ബസ് കയറിക്കൊണ്ടിരുന്ന. അതൊക്കെ ഒരു കാലല്ലേ? അതൊക്കെ ഒരു കാലം. തൊടുപുഴ കൂടെ എനിക്ക് എപ്പോഴും പോകുമ്പോ ഒരു നൊസ്റ്റാൾജിയ ആണ് കേട്ടോ. അങ്ങനെയാ നമ്മുടെ സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ പോകുമ്പോ നമുക്കൊരു എന്തോരം കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരും അല്ലേ? പിന്നെ പോകുന്ന വഴിക്ക് നമ്മളൊരു തുണിക്കടയുടെ അവിടെ വന്നാട്ടോ. നിമിഷയ്ക്ക് അവിടെ എന്തോ മേടിച്ചത് വാങ്ങിക്കാനുണ്ടേ. അപ്പൊ അത് എടുക്കാൻ വേണ്ടി നിമിഷം കയറിപ്പോയി. മേരക്കോട്ടന് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം. കുച്ചു ചാടലടി. അയ്യോ ഗീർ മാറ്റല്ലേ, ഇവള് ഭയങ്കര ഗീർ മാറ്റിച്ചേട്ടോ. മോളെ ഗീർ തൊടല്ലേ ഉണ്ടോ? ഓടിച്ചോണ്ടിരിക്കുമ്പോ ചിലപ്പോ ഗീർ വന്ന് കൈ പിടിക്കേ. കുസൃതി മോഹൻലാലിനാണോ മമ്മൂട്ടിനാണോ എനിക്ക് ഇഷ്ടം? അയ്യോ അതെന്നാ ഡാഡിക്ക് മോഹൻലാലിനാണല്ലോ ഇഷ്ടം. ശരി. കൊറേ സമയം എടുത്തല്ലോടി. അതിനവരാ തയ്ച്ചില്ലായിരുന്നോ? അതെയോ? ശരിയാക്കോ? അല്ല ശരിയാക്കോ? കണ്ടോ കറക്റ്റ് സമയത്താണ് എത്തിയോ? പ്രദക്ഷിണം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതെ. ഹായ് മിറ, മലബാർ മുട്ടായി മറ്റേ ഉഴുന്നാട ഇത് കണ്ട ഇവിടെ ചിപ്സ്. നമുക്കിതൊക്കെ പള്ളി കഴിഞ്ഞിട്ട് വരുമ്പോ മേടിക്കണം കേട്ടോ. കേട്ടോ? സ്പ്രിംഗ് വള ഇതുണ്ട്. ഇവിടെ സ്പ്രിംഗ് വള കാണിച്ചു കൊടുത്തേ. പെർക്കുട്ടന്റെ കണ്ണാടി കാണിച്ചു കൊടുത്തേ. ക്യാമറ കാണിച്ചു കൊടുത്തേ. എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം സ്പ്രിംഗ് വള. പ്രത്യേകിച്ച് പെരുന്നാൾ കൂടാൻ കാത്തിരിക്കും സ്പ്രിംഗ് വള മേടിക്കുക. എന്നിട്ട് പല ടൈപ്പുള്ള ചുറ്റി എന്ത് ഇഷ്ടമാണ്. എനിക്കത് കണ്ടപ്പോ ഇവ രസമല്ലേ? അതെ അടിപൊളി സ്പെഷ്യൽ സാധനം പെരുന്നാളിലെ ഉഴുന്നാട. അയ്യോ എന്നെ ഇഷ്ടം അറിയില്ല ടേസ്റ്റ്. ഞാനൊക്കെ പണ്ട് മോതിരം ഉണ്ടാക്കാറുണ്ട്. മോതിരം ഇങ്ങനെ കയ്യിലിടുക. അവളത് കറക്കാൻ പരിച്ച പോലെ പതിനെട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓടാൻ പറഞ്ഞപ്പോ അവളത് സത്യം
അയ്യോ സൂപ്പർ അങ്ങനെ ഞങ്ങള് പെരുന്നാളൊക്കെ കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. സമയം 12:30 വിശക്കുന്നുണ്ടോ അടി നിമിഷ? ഇങ്ങനെയൊക്കെ ഉള്ളല്ലോ ഓർക്കുമ്പോ ഒരു വിശപ്പ് കൂടുതലുണ്ട്. ആണോ? ചാച്ചൻ പറഞ്ഞിട്ടുണ്ടോ പുറത്തുനിന്ന് ഒരു സാധനം കഴിച്ചേക്കരുത്, നിമിഷ പുറത്തുനിന്ന് ഒന്നും കഴിക്കാതെ പറഞ്ഞോട്ടോ. ഇവിടെ ഞാൻ മീനെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്, പുറത്ത് വെക്കുക, അതുകൊണ്ട് കഴിക്കരുത് ചാച്ചൻ പ്രത്യേകം പറയും. വാൺ ചെയ്തിട്ട്. കാരണം ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലും കഴിച്ചിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഉഴുന്നാടയും മേടിച്ചോട്ടോ. ഉഴുന്നാട കഴിച്ചുകൊണ്ടിരിക്കുക, കുഴപ്പമില്ല അല്ലേ? ഫ്രഷ് അത്യാവശ്യം. കർമുറ ഉഴുന്നാട് നല്ല രുചിയല്ല. അയ്യോ കയ്യില് നിറച്ച് മോതിരായല്ലോ. ഇഷ്ടംപോലെ മോതിരായി മറിക്കാം. അമ്മേ അങ്ങനെ എടുത്ത് തിന്നാ മതിയല്ലോ. നമ്മളങ്ങനെ വീടെത്തിയേട്ടോ. നീ എവിടെ പോയാടാ? കുഞ്ഞിനെ കണ്ടോ? ജെന്നി കാണാ എൽസി ചേച്ചി പട്ടിക്കുഞ്ഞിനെ കാണിക്കുവാണോ? ആണോ? ഓട്ടോറിക്ഷ കയറിയോടാ? പക്ഷെ പുള്ളിക്കാരത്തി വിളിച്ചില്ലായിരുന്നെങ്കിൽ കൊച്ചു പോകൂലായിരുന്നു. എന്റെ ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുവായിരുന്നു. അതെയോ? അവനങ്ങനെ ആരുടെ കൂടെ പോകില്ലാത്ത ചേച്ചി. പക്ഷെ എന്റെ കൂടെ പോരുമൊക്കെ ചെയ്യും. നിങ്ങൾ ഇല്ലേലും ഇരിക്കുമൊക്കെ. വരും എന്നാ ഞങ്ങള് വിളിക്കാം, അവനെ നോക്കണ്ടപ്പോ. ഇവിടെ നീ ചേമ്പ് നീ രാവിലെ 4 കഷ്ണം കഴിച്ചാന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിക്കുന്നോ? ചേമ്പ് മീൻകറി കോമ്പിനേഷൻ കണ്ടോ? ഇതിനാ മറ്റു കറി വെക്കുവാണോ ഇത് വറക്കാന്ന് പറഞ്ഞിട്ടമ്മേ? ആണോ? അതെ, മെറക്കൂട്ടിന് അമ്മയോട് ഭയങ്കര സ്നേഹമാണല്ലോ, മെത്ത് കയറിയിരിക്കുന്നു. വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് അമ്മ മീൻ വറക്കുന്ന എവിടം വരെ ആയെന്ന് നോക്കട്ടെ കേട്ടോ അടുക്കളയിലോ. ആഹാ നല്ല അയല. മത്തി വറക്കാനില്ല, എന്നാ മത്തി വറക്കണ്ട കേട്ടോ ഒന്ന് അമ്മ. മത്തി നാളെ വറക്കാം. മത്തി ആയാലും പകരം ഇത് ഞാൻ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതോ? ഇത് മോരുകറി, ഇത് നല്ല സൂപ്പർ മീൻ പറ്റുന്നത്. നല്ല അല്ല മാം മുളക് മീൻ കറി. ഇത് മത്തി ഞാൻ പറഞ്ഞില്ല, കുക്കറിൽ ഒരു പ്രത്യേക രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയുണ്ട്. മത്തി കുക്കറിലാണോ ഉണ്ടാക്കിയത്? ഒരു 5 മത്തി എടുത്ത് വെച്ചുണ്ടാക്കിയുള്ളൂ കേട്ടോ. അത് ശരി, സൂപ്പർ. അത് കൂട്ടി പിടിക്കണം. ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. റിയു ഇപ്പൊ വന്ന് നിമിഷയുടെ മേത്തൊന്നും മാറത്തില്ല കേട്ടോ. പനി വന്നേ പിന്നെ അവൻ വേറെ ആരുടെ കൂടെ അവൻ പോകുന്നില്ല അല്ലെ? അമ്മയുടെ കൊടുക്കാൻ നല്ല സുഖമായിരുന്നു. കാരണം എനിക്ക് അമ്മ വരുമ്പോഴേ അവൻ പൊക്കോളായിരുന്നു. എന്ത് ഇങ്ങനെ ഇരിക്കുക, ഞാൻ എടുത്തോണ്ട് എനിക്ക് പനി വന്നതിന് കൊഞ്ചലിച്ചിരി കൂടിപ്പോയല്ലോ അല്ലേ? എനിക്ക് താഴെ വെക്കാം, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാം, ഈ കങ്കാരിനെ അത് എടുത്ത് ആരും പിടിക്കുകയാണെങ്കിൽ എനിക്ക് കങ്കാരി കുഞ്ഞിനെ പിടിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൊഞ്ചിച്ചെറുക്കനായി അല്ലേ? അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് വൈകിട്ടായിട്ടോ, ചായ കുടിക്കണ സമയമായി കേട്ടോ. ഞാനിട്ട് ഇച്ചിരി നേരം ഉറങ്ങിയും പോയി. ജെറ്റ്ലാഗ് ഒക്കെ ഇപ്പൊ ശരിക്കും മാറി വരുന്നുള്ളല്ലേ? അതെ അതെ അതെ. നിങ്ങളെന്നെ ഇവിടെ കാണിക്കുന്നത് ഇതുകൊണ്ട്? ഞങ്ങൾ മുരിങ്ങയിലത്തോറും ഉണ്ടാക്കുക, മുരിങ്ങയില റെഡിയാക്കി വെക്കുക. ഇന്ന് പറമ്പെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഫ്രണ്ട് എല്ലാം ക്ലീൻ ചെയ്തു. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്തപ്പോ അവര് മുരിങ്ങയെല്ലാം കുറെ കാട് പിടിച്ച് കിടന്നെല്ലാം വെട്ടിക്കളഞ്ഞു. ഒരുത്തിനൊരു രക്ഷയില്ലാട്ടോ. അവനിപ്പം നിമിഷയോടും പുറകെ ഓടും. നിമിഷയുടെ പുറകെ മാറി ഇപ്പൊ എന്തോ ഡൈപ്പർ മാറ്റിച്ചതിനാണ് ഈ കിടന്ന് കാർന്ന് മൊത്തം. അവന്റെ ഡൈപ്പർ കൊണ്ടേ കളയാനായിട്ട് നിമിഷം പോയപ്പോ അവൾ പുറകെ ഓടുന്നതാണ്. റീബൂട്ടന്റെ ഒരു കാര്യം. അതുപോലെ മിറ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. ഇപ്പോഴും ഉറങ്ങണം കേട്ടോ. എല്ലാവരുടെ സമയം എല്ലാം തെറ്റി. അവര് ഇപ്പൊ ഈ നേരത്തെ ഉറങ്ങി കഴിഞ്ഞാൽ രാത്രിയിൽ ഉറക്കാൻ പാടാ. ഇപ്പൊ രാത്രിയിൽ എത്തിയിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഉറക്കം പോവും. അങ്ങനെയൊക്കെ നിന്നെ കാണാനിട്ട് എന്റെ റീബൂട്ടാ നിന്നെ കൊണ്ട് ഞങ്ങൾ തോറ്റു. അത്ത കയ്യിലോട്ട് കയറിയ കമ്മലയിലോട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ ആള് ഹാപ്പിയാ. അതെ, നമുക്ക് എല്ലാവരോടും ഒരു വിശേഷം പറയാനുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇന്നലെ ഇന്റർവ്യൂവിന് ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അല്ലെ, നമ്മുടെ ഇന്റർവ്യൂവിന് ചാനലിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ ഉടനെ വരുമായിരിക്കും കേട്ടോ. നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തോടുകൂടിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ഏതാ ദിവസം എനിക്കറിയത്തില്ല. വ്യാഴാഴ്ചയായി. അതെ, തിങ്കളാഴ്ച വരുമെന്നാണ് കേട്ടോ അവര് പറഞ്ഞേക്കുന്നത്. അതിന്റെ വരുന്നതിന്റെ തലേ ദിവസത്തെ വീഡിയോയും ഞങ്ങൾ ചിലപ്പോ പറയാം കേട്ടോ എന്നാ വരുന്നത്. ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ടും പറയാം. നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ. അതുപോലെ എല്ലാരും കാണണമെന്ന് അവരോട് പറയേണ്ട കാര്യമൊന്നുമില്ല, അവരെല്ലാരും കാണും. കണ്ടോളും. നിന്റെ ചായ ഇരിക്കുന്നത് കുടിക്കാവോ? നല്ല സൂപ്പർ ചായ ഉണ്ടായിക്കൊണ്ടു. എത്ര നാളായി ഇതുപോലെ ഇവന് വെറുതെ ചായ ഉണ്ടായിക്കൊണ്ടു. 2 കപ്പ് കുടിക്കും കേട്ടോ, എന്നിട്ട് ബാക്കിയ ഗ്ലാസ്സിലിരിക്കും. അത്യാവശ്യം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ പുറകിലോട്ടൊക്കെ ഉണ്ടല്ലേ ഉള്ളൂ. എന്നാലും നമ്മുടെ ചുറ്റുവട്ടം ഉള്ളത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വൃത്തിയായി. നമ്മൾ വന്നപ്പോ എന്നെ കാണാറുന്നല്ലേ ഇവിടെ? അതെ അതെ അതെ.
ഭയങ്കര മൂടലായിരുന്നു കേട്ടോ. നമ്മുടെ വീടും വെട്ടിത്തെളിച്ചു, പറമ്പും വെട്ടിത്തെളിച്ചു. ആഹാ, എല്ലാം വെട്ടി നിരപ്പാക്കി വെച്ചു അല്ലേ? എല്ലാം നിരപ്പാക്കി വെച്ചു. എന്റെ വാഴ എല്ലാം വെട്ടിക്കളഞ്ഞു. ഞാൻ ചോദിച്ചു കുഞ്ഞാഞ്ഞോട്ട്, എന്റെ വാഴ അതൊക്കെ ചീത്ത വാഴ, നമുക്ക് ഇനി വേറെ വാഴ വെച്ചുകൂടാ, അത് കളയേണ്ട സമയമായി എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ പറമ്പിന്റെ മാനേജറാണ്. അതെ അതെ, എല്ലാം പറഞ്ഞ പിന്നെ നമുക്ക് അപ്പീലില്ല അല്ലേ? അത് പിന്നെ ഭയങ്കര പുള്ളിയാട്ടോ. ഇന്നലെ മഴ ചെയ്തുകൊണ്ട് അധികം പണിയൊന്നും നടന്നില്ല കേട്ടോ. പക്ഷെ എന്നാൽ ഇന്ന് അതിന്റെ കൂടെ ബാക്കി തീർത്തുന്ന എനിക്ക് തോന്നുന്നത് അല്ലേ? ചക്കയൊക്കെ കിടക്കുന്നതാ, ചക്കയൊക്കെ കണ്ട് കൊതി വിടുക. ഇതുവരെ വേവിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. 2 വരിക്കച്ചക്ക ഞങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്, പഴുത്തൊന്നുമില്ല. അത് പഴുക്കുമ്പോഴേലും തിന്നാലോ, വേവിക്കാനല്ലേ സമയമില്ലാത്തതെന്ന് ഓർത്ത്. അതെ അതെ അതെ. ഇത് ബാക്കിലൊക്കെ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ നമ്മുടെ കുറച്ചിങ്ങനെ അല്ലെ നടന്ന് കാണാൻ തന്നെ ഉണ്ട്. കുറെ കാഴ്ചകളും പാറയും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ വീഡിയോ ഇട്ട് കാണുന്നവർക്ക് അതൊക്കെ ഓൾറെഡി അറിയായിരിക്കും. കാണും. അല്ലെ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നും കൂടി ഇടാട്ടോ. അതൊക്കെ ഇത് മൊത്തം തെളിച്ചു എന്നുള്ളത് ശരിയാടാ. ഇത് എന്തിനു വെച്ചേക്കടാ പോലും ഫോൺ വിളിച്ച് ചോദിക്കാം. മറന്നുപോയി കാണും, അല്ലെ കണ്ടു കാണിയല്ല. അതിന്റെ ഇലയൊക്കെ വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇല വിട്ടിട്ടുണ്ടല്ലോ കപ്പളത്തിന്റെ. അത് തന്നെ പോയി നിക്കുന്ന ആണോ? ഓ, ഇതില് ചക്ക ഉണ്ടാവുന്ന വാവാട്ടോ ഇതല്ലേ? കണ്ടാ പറയില്ല. അടിപൊളി. അപ്പൊ അത് നേരെ പിടിച്ച് കിട്ടിയല്ലേ? ഇനി നേരെ പൊങ്ങിക്കോളൂ. ഇനി അങ്ങോട്ട് പൊങ്ങി വന്നോളൂ, അല്ലെ നേരെ ചാഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പെടന്ന് വരും കേട്ടോ. അതെ ഇത് ഐവ്യം വെച്ചത് ഒരു ചുവന്ന പ്ലാവ്. അതിന്റെ ചക്ക ചൊള്ളയുടെ കളറ് ചുമപ്പാട്ടോ. അവന് എവിടെയോ പോയിട്ട് വന്നപ്പം മേടിച്ചോണ്ട് വന്നാ കണ്ടോ നിക്കുന്നത്. അതിന്റെ അപ്പുറം നിൽക്കുന്ന കുഞ്ഞു പ്ലാവ് കണ്ടോടാ, ഒരു കമ്പ് മാത്രം നിൽക്കുന്ന കണ്ടോ. അത്തേലും ഒരു ചക്ക ഉണ്ടായിരുന്നു പ്രാവശ്യം. വേസ്റ്റ് നിക്ഷേപിക്കാനായിട്ട് ഒരാള് അനധികൃതമായിട്ട് വരുന്നു. വേസ്റ്റ് എറിയുന്ന പറമ്പിലേക്ക് വേസ്റ്റ് എറിയുന്നത് ഞങ്ങൾ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ അവിടെ ഒരു കുഴി കുടിച്ചിട്ടുണ്ട് കേട്ടോ. കുഴിയിലേക്കാ വേസ്റ്റ് എല്ലാം ഇടുന്നത്. നമ്മുടെ സ്വന്തം പറമ്പ് തന്നെയാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. കത്തിക്കല ഒരു നമുക്കൊരു ആ കുഴിക്ക് ഒരു ലെവലുണ്ട്. അത്ര ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കത്തിച്ചു വിടും. നമ്മുടെ കൗൺസിലൊക്കെ ഇതുപോലെ വേസ്റ്റ് നന്നായിട്ട് എടുത്തോണ്ട് പോവുകയൊക്കെ ചെയ്യുമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരുന്നു അല്ലേ? നിങ്ങളുടെ രാജ്യം തന്നെ സംഭവിച്ചു. ഓസ്ട്രേലിയയിലെ പോലെ കറക്റ്റ് ആയിട്ട് എല്ലാ ആഴ്ചയിലും 2 ദിവസം വന്ന് ഈ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോയാൽ ഈ പ്രശ്നം തീർന്നു. ആൾക്കാർക്ക് ഹരിതസേന എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ ഈ അവരതൊന്നും എടുത്ത് കളയണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എങ്ങനെയും നശിപ്പിച്ചുള്ളായിരുന്നു. ഡൈപ്പർ മാത്രം ഒന്നും കൂടെ തന്നാൽ മതിയായിരുന്നു. എത്ര രൂപ വേണേ കൊടുക്കായിരുന്നു. അത് സമ്മതിക്കല്ല. നീ പറമ്പിലേക്ക് ഇറങ്ങിയോട്ടെ? നിമിഷം വന്നിട്ടില്ലല്ലോ. നിമിഷയുടെ ഫേവറേറ്റ് പ്ലേസ് ആണ് റബ്ബർത്തോട്ടം ഉള്ളതുകൊണ്ട് ഇവിടെ എന്നെ കല്യാണം കഴിച്ചത്. അല്ലെ കല്യാണം കഴിക്കില്ലായിരുന്നു കേട്ടോ. അതെങ്ങനെയാ? ഞങ്ങള് കണ്ടില്ല, നിമിഷം കണ്ടില്ല, ഞങ്ങൾ ആരും കണ്ടില്ല. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാൽ നിമിഷം ഇവിടെ കാണുന്നത് തന്നെ. അതെ, അമ്മയും എന്റെ ഭാര്യയും കുഞ്ഞും ഉണ്ടോ ചക്കയിട്ട് വെച്ചേക്കുന്നുണ്ടോ? 2 വരിക്ക ചക്കയിട്ട് വെച്ചിട്ടുണ്ടേ. ഇതൊരു വരിക്കച്ചക്ക, അതൊരു വരിക്ക. ഇന്റർവ്യൂവിന് വന്ന അവർക്ക് പഴം കൊടുക്കാത്തോടത്ത് ഇട്ട് വെച്ചാൽ അവര് നേരത്തെ വന്നു. ഡേറ്റ് മാറിപ്പോയി. അത്തേലും കണ്ടോ ചക്ക അടുപ്പുണ്ട് കേട്ടോ. അത് സിലോൺ മാവ് നല്ല വരിക്കച്ചക്കയാ. ഇത് കുഞ്ഞുമാൻ സിലോ മാവല്ലടി, പ്ലാവ്. ആഹാ, ഇത് കൊള്ളാലോ. ഇതിപ്പോ കുഞ്ഞാട്ടും കൊറേ ഇഞ്ചി പറിച്ചോണ്ട് ഇപ്പം പറമ്പ് കളിച്ചപ്പം അതിനകത്ത് ഇഞ്ചി കിട്ടി. അത് കൊറേ നട്ടോടെ നിപ്പുണ്ട്. അത് കൂടാതെ അതിന്റെ ഇടയ്ക്ക് കിടന്ന് അത് കിടന്നതൊക്കെ പറിച്ചോണ്ട് വന്നു കേട്ടോ. കരിക്കിട്ട് വെച്ചേക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് കരിക്ക് കിടപ്പുണ്ട് കേട്ടോ. അവിടെ കിടക്കുന്നത് കരിക്ക്. ഇതെന്നറിയാവോ? അത് ഏലം അല്ലേ? കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞളാ. അവന് പലയെ എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ട കൊടുക്കരുത്, ആ പലയെ ആദ്യം കുടിക്കട്ടെ. ഓസിയമ്മയുടെ കുസൃതി കണ്ടോ? ഊഞ്ഞാലെ നിന്നാടുന്നു. അയ്യോ, എനിക്ക് ചായ ആയിരുന്നല്ലോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കുടിച്ചതാ. ആ കാപ്പി കൂടെ കുടിച്ചേക്കാം. അമ്മ ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ നമ്മുടെ ഈ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന അവിടുത്തെ ചേച്ചിനെ കണ്ടു. ചേച്ചി അമ്മേനെ അന്വേഷിച്ചെന്ന് പറയാൻ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആട്ടോ. അതെ അതെ അതെ. ഇതിന് ഇരുന്ന് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് എന്റെ മരുമോളെ ഇരുത്തി ആട്ടാൻ വേണ്ടിയാ. അങ്ങോട്ട് വാവച്ചേ. അതെയോ? അമ്മേനെ ആട്ടാനായിട്ട് മരുമോള് വരുന്നുണ്ട്. ചായ ചായ. ഡയറ്റ് ഒക്കെ പൊട്ടി തുടങ്ങി കേട്ടോ പയ്യെ. പിള്ളേർ ഉറങ്ങിയ നേരത്തിന് പിള്ളേരുടെ അമ്മേനെ ആട്ടാൻ പറ്റുള്ളൂ. അതെ. നിമിഷയുടെ പാട്ട് 2-3 ദിവസമായിട്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒരുപാട് പേര് കമന്റ് ചെയ്തു. നിമിഷ ഇന്നൊരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. വലിയ ഊഞ്ഞാലുണ്ട് കേട്ടോ, അത് ആർക്കും വേണ്ട. ആ കൊച്ചിന്റെ കയറ് മാറ്റാറായോന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് പൊട്ടത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നേവിയുടെ കയറാടാ. ആ നേവിക്കാരുടെ നമ്മൾ മേടിച്ച കയറാ. ഇത് പൊട്ടിക്കഴിഞ്ഞാല് അയ്യോ ഒന്നും പറയണ്ട. ഉലർമഞ്ഞു പോൽ നീ പൂവിൻ്റെ നെഞ്ചിൽ നിന്നൊരു സൂര്യനാളമേ ഉണരുന്നുവോ ജന്മങ്ങളായി നമ്മൾ പാടുന്ന
പാട്ടെല്ലാം ശലഭങ്ങളായി വാനിൽ ഉയരുന്നുവോ അറിയാതെ നാം അറിയുന്നുവോ പറയാതെ സ്വകാര്യമാം പിരിയില്ല നീ എൻ ജന്മസാഫല്യമേ ആ പ്രണയാത്രമായിന്തോ പാടുന്ന പാട്ടിൻ്റെ ശലഭങ്ങളായി വാനിൽ ഉയരുന്നുവോ അറിയാതെ നാം അറിയുന്നുവോ പറയാതെ സ്വകാര്യമാം പിരിയില്ല നീ എൻ ജന്മസാഫല്യമേ. താങ്ക് യു. പിന്നെ പാട്ട് പാടാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, റേഡിയോ ഓണാക്കുന്ന കാര്യം. പക്ഷെ സ്റ്റാർട്ടിംഗ് ഏത് പാട്ട് പാടണമെന്ന് അറിയത്തില്ല. ഞാൻ അമ്മയോട് ചോദിച്ചാൽ ഏത് പാട്ട് പാടും ഏത് പാട്ട് പാടും അല്ലേ അങ്ങനെ പറയുകയും ചെയ്യും, ആ കൂടെ പാടുത്ത് ആ സെക്കൻഡിൽ അടുത്ത് പാട്ട് പാടും. പാട്ട് വല്ലതും അറിയാവോ? അമ്മയോട് പറഞ്ഞോട്ടെ കണ്ണോട് ഞാൻ പറഞ്ഞ അമ്മ ഓൾറെഡി ഞാൻ 3 വട്ടം പാടിയതാ. ചാച്ചാ ഇതന്നെ വടിയായിട്ട് വരുന്നത്. നിമിഷയുടെ പാട്ട് ഇട്ടിട്ടുണ്ടാ എന്റെ പാട്ടിന്റെ വലിയ ഫാനായത്. പാട്ട് കേട്ട് ജാസിന്റെ പാട്ടിന്റെ വലിയ ഫാനാണ്. ഇത് മേടിച്ച് പുന്നല്ല അന്വേഷിച്ച് എരി വരുമെന്ന് കേട്ടിട്ടുണ്ട്. നിമിഷയുടെ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഓടി വരുന്ന ഒരു സാധനത്തിന് ഞാൻ അയ്യോ എന്റെ പാട്ടിന്റെ വലിയ ഫാനാ ജാസി. അതെ, എന്നാ പിന്നെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. ഇതേ ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ അടുത്ത ദിവസമൊക്കെ ആയിട്ട് നമ്മളെ കിടിലൻ വീഡിയോസ് ആയിട്ട് വരും. അതുപോലെ എല്ലാവർക്കും അമ്മ നിമിഷ ചാച്ചാ എന്തൊക്കെയായിരുന്നു മേളിൽ കയറുന്നു ആടുന്നു. ഞാൻ നിപ്പ് കണ്ടപ്പോഴേ ഞാൻ തോന്നി ആരെങ്കിലും ഒരാൾ പുഴുവല്ലേ, സാരമൊന്നും മാറിയിരുന്നങ്ങ് ചോറിഞ്ഞു. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇതൊക്കെ എന്തോരം നടക്കുന്നു. ഇത് കണ്ടോ അവന്റെ ചായ ഇരിക്കുന്നത്. അവനെ പെരക്കാതെ കുടിച്ചിട്ട് മുഴുവൻ കുടിക്കാതെ വന്നപ്പോ നിമിഷം പുറകെ ഇവിടെ കൊണ്ടേ കൊടുത്തു. എന്നിട്ട് ഇത് വെച്ചിട്ട് പോയേക്കുന്നു. ഒരു കവിളല്ല 1.5 കവിള് കുടിച്ചിട്ട് നമ്മുടെ ഇതുണ്ടോ ഞങ്ങളുടെ കപ്പ്. ഞാൻ എന്റെ കാപ്പി ഗ്ലാസ് ആയിരിക്കണേ. ഇതാ ഇങ്ങനെയാ ഗ്ലാസ് സാധനം കിട്ടണം. കുടിക്കാതിരിക്കും. അത് കണ്ടാ മതി. കണ്ടാ മതി. അതെ.